ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കേപ്പ് വെർദെയോട് കഷ്ടിച്ചാണ് ജയിച്ചു കയറിയത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ആധികാരികമായി ജയിച്ച അർജന്റീന കേപ്പ് വെർദെയ്ക്ക് മുന്നിൽ പകച്ചു. മത്സരം ജയിച്ചെങ്കിലും അർജന്റീനയുടെ പ്രകടനത്തിൽ ആരാധകർ പോലും വലിയ ആശങ്കയിലാണ്. ലോകകപ്പ് നിലനിർത്താനിറങ്ങുന്ന അർജന്റീന ഈ കളി കൊണ്ട് വമ്പന്മാരുടെ മുമ്പിൽ പോയാൽ എന്താകും സ്ഥിതി? അർജന്റീന എങ്ങനെ മുന്നോട്ട് പോകണം? ഇങ്ങനെ മതിയോ എന്ന് ഉള്ളതാണ്. അർജന്റീനയ്ക്ക് ഈ കളി മതിയോ ഇനിയുള്ള റൗണ്ടുകളിൽ എന്ന് നമുക്ക് ആരാധകരോടൊക്കെ ചോദിക്കാം. ശാന്തകുമാറും സരീഷും കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. കേപ്പ് വെർദെയോട് പൊരുതിയാണ് ഇന്ന് അർജന്റീന ജയിച്ചത്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഇനിയുള്ള റൗണ്ടിൽ ഈ കളി മതിയോ? നമുക്ക് ചോദിക്കാം. ആ കളിയൊക്കെ നല്ല കളിയാണ്. മതി, കുഴപ്പമില്ല, അഞ്ഞ് ജയിക്കും, ഓല് മുന്നോട്ട് എത്തിക്കോളും. അത്രയും ചെറിയ ടീമിനായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അത്രയും വലിയ ടീമിനെ അവർ പിടിച്ചു കെട്ടിയതാണ്. ആ ലാസ്റ്റ് സെക്കൻഡുകളിലുള്ള ഒരു ചേഞ്ചിലാണ് കളി മാറിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ ആ നിലവിലെ ചാമ്പ്യന്മാരെന്നുള്ളത് പോയി കിട്ടിയാണ്. ഇന്നത്തെ ഈ കളിക്ക് നോക്കുകയാണെങ്കിൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ വേൾഡ് കപ്പ് ഈ കൊല്ലത്തെ വേൾഡ് കപ്പ് ഫ്രാൻസിന് തന്നെ ആയിരിക്കും. ഇതിലും നല്ല വിലയിരുത്തൽ തന്നെ. നമുക്കിപ്പം പ്രത്യേക അഭിപ്രായങ്ങളൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ജയിച്ചതന്നല്ലേ. അതിനും കളി കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കളി ഒരു കുറച്ച് ബാക്കിലാണ്. ഏത് ടീം ചെറുതായത് കൊണ്ട് ചെറുതായിട്ടൊന്ന് താന്ന് കളിച്ചാൽ സാധ്യതയുണ്ട്. കുഴപ്പമില്ലാതെ ഈ കളി വെച്ച് പോകുന്നൊന്നും തോന്നുന്നില്ല. കാരണം കളീൻ്റെ മാറ്റം വരുത്തേണ്ടി വരും. നല്ല കളിയാണ്. അർജന്റീന എന്തായാലും കപ്പുണ്ടാവും. എടുക്കുവാന് നമ്മൾ ചെക്കുള്ളത് മെച്ചപ്പെടുത്താനുണ്ടോ ചോദിച്ചാൽ ഏകദേശം കഴിഞ്ഞ ഫൈനലിൽ ഫ്രാൻസിനായിട്ട് കളിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു, ഏകദേശം അതേപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്താൽ കണ്ടപ്പോൾ പൊരുതി മുട്ടി ജയിച്ച പോലെ. ഡിഫെൻഡിങ് കുഴപ്പമില്ല, അറ്റാക്കിങ് ഒന്നും കൂടി സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഉഷാറാവും. ഇന്നത്തെ 3 ഗോൾ അടിപൊളി ഗോളായിരുന്നു. പക്ഷെ കപ്പോന്റെ ഗോളിയാണ് കാര്യം. അവൻ പിടിച്ച പിടിയൊന്നും നമുക്ക് വിചാരിച്ചില്ലായിരുന്നു ഇത് കളിക്കുന്നത്. പക്ഷെ അവസാനം ജയിച്ചു. കളീനെ ഇടയ്ക്ക് വെച്ചിട്ടൊന്നും പൊട്ടൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. കളിച്ച മറ്റേ ടീമാണല്ലേ. പക്ഷെ ഇന്നലെ കളി മറ്റേ അർജന്റീന ദേശം ബേജാറായിരിക്കുന്നു. കാരണം പോയില്ലേ, അത് കുഴപ്പമില്ല, അങ്ങനെ ഒരു ജയിച്ച് കിട്ടി. പക്ഷേ ഏതായാലും ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു കളി പോരാന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവരും അത് പറയാനാണ് നമ്മളടുത്ത് ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ അടുത്തതിൽ മുന്നോട്ട് വരുമെന്ന് വിചാരിക്കാം. ഉഷാറായിട്ട് വരട്ടെ. അടുത്ത ഈജിപ്താണല്ലേ. ഈജിപ്ത് നല്ല ടീം തന്നെ, പക്ഷെ എന്തായാലും കയറി വരും. ചെറിയ ടീമാകുമ്പോൾ ഒരു കളി മറക്കണം, ആ ഒരു വിഷയമുണ്ട്. വലിയ ടീമാകുമ്പോൾ നല്ല കളിയും, ചെറിയ ടീമാകുമ്പോൾ ഒരു കളി ഒരു ഫിനിഷിംഗ് ഇല്ലാത്തൊരു കളിയാണ്. ഫിഫ ലോക റാങ്കിങ്ങിൽ 67-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തോടാണ് അർജന്റീന 3-2 ജയിച്ചത്. ഇനി മത്സരം കടുക്കുമ്പോൾ ഈ ആവേശം മതിയാകില്ല എന്നുള്ളതാണ് കായിക പ്രേമികൾ ഒന്നാകെ പറയുന്നത്. അല്പം കൂടി മെച്ചപ്പെട്ടില്ലെങ്കിൽ പലപ്പോഴും അർജന്റീനയ്ക്ക് കാലിടറേണ്ടി വരും എന്നുള്ളതാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്.